ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സ്ക്വയർ റൂട്ട് എന്താണ്, ക്യൂബ് റൂട്ട് എന്താണ്, അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ക്വയർ എന്താണ്, അത് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഇല്ലേ. 10 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എങ്ങനെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കാണുക. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും. ഓക്കെ, അതായത് ഒരു സംഖ്യ 16ന്റെ റൂട്ട് എടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ചിന്തിക്കേണ്ടത് ആരുടെ സ്ക്വയർ ആണ് 16. ഓക്കെ, ആരുടെ സ്ക്വയർ ആണ് 16. നമ്മൾ 25 വരെയുള്ള സ്ക്വയേഴ്സ് കാണാതെ പഠിച്ചു വെക്കുക. 1 മുതൽ 25 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറുകൾ നമ്മൾ കാണാതെ പഠിച്ചു വെക്കുക. അത് നമുക്ക് പെട്ടെന്ന് ബെനിഫിഷ്യൽ ആയിരിക്കും. നമുക്ക് മെത്തേഡുകൾ അറിയാം, ട്രിക്കുകൾ അറിയാം, എന്നിരുന്നാൽ തന്നെയും 25 വരെ നമ്പർ കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാ നമ്പറും നമുക്ക് 1 മുതൽ 100 വരെയും 1000 വരെയും പഠിച്ചു വെക്കാൻ പോസിബിൾ അല്ല. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന 25 വരെയാണ്, അത് എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അവരെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ചിരുന്നാൽ കുറെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ കാൽക്കുലേഷൻസ് അവോയ്ഡ് ചെയ്ത് ഒറ്റ അടിയിൽ എന്ത് ചെയ്യാം, ഉത്തരം എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ റൂട്ട് 16 നമ്മൾ ചോദിച്ചു. റൂട്ട് 16 എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ആരുടെ സ്ക്വയർ ആണ് 16. ഓക്കെ, ആരുടെ സ്ക്വയർ ആണ് 16? 4ന്റെ സ്ക്വയർ ആണ് 16. അപ്പൊ 16ന്റെ റൂട്ട് എത്രയാണ്? 4. സ്ക്വയറിന്റെ നേരെ റിവേഴ്സ് പ്രോസസ് ആണ്. റൂട്ട് 49. അപ്പൊ ചിന്തിക്കേണ്ടത് ആരുടെ സ്ക്വയർ ആണ് 49? ആരുടെ സ്ക്വയർ ആണ്? 7ന്റെ സ്ക്വയർ ആണ് 49. അങ്ങനെയെങ്കിൽ 49ന്റെ റൂട്ട് ആണ് 7. ഓക്കെ അല്ലേ? ആണ് നമ്മൾ നോക്കാൻ റൂട്ട് 121 എന്ന് പറഞ്ഞു. അപ്പൊ ആരുടെ സ്ക്വയർ ആണ് 121? ആരുടെയാണ്? 11ന്റെ സ്ക്വയർ ആണ് 121. അപ്പൊ 121ന്റെ റൂട്ട് ആണ് 11. ഓക്കെ, ഇനി ഇത് നമ്മൾ കാണാതെ പഠിച്ച് വെച്ചിട്ടുള്ള ആൾക്കാരെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചോദ്യം വന്നു, 1764ന്റെ റൂട്ട് എത്രയാണ്? നമുക്ക് അറിയത്തില്ല. 1764 ആരുടെ സ്ക്വയർ ആണ് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, 1764നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, പ്രൈം ഫാക്ടറൈസേഷൻ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. പ്രൈം ഫാക്ടറൈസേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് 1764നെ എന്ത് ചെയ്യാം, പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇല്ലേ. 1764 17നകത്ത് 2 എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം 16, മിച്ചം 1. അപ്പൊ 16നകത്ത് 8 പ്രാവശ്യം, 4നകത്ത് 2 പ്രാവശ്യം. ഓക്കെ, ഷോർട്ട് ഡിവിഷൻ ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ടൊക്കെ അന്ന് പറഞ്ഞിരുന്നു. വീണ്ടും നമുക്ക് എത്ര കൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 441. അടുത്ത നമുക്ക് 441 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? അവസാനം 1 കിടക്കുന്നത്, ഈവൻ അല്ല. അപ്പൊ എന്തായാലും എന്തിന് പറ്റത്തില്ല? 2ന് പറ്റത്തില്ല. അപ്പോൾ അടുത്ത് 3 കൊണ്ട് പറ്റുമോ എന്ന് നോക്കണം. നമുക്ക് ഇവരെ ആഡ് ചെയ്ത് നോക്കാം. 4 4 8 1 9. അക്കങ്ങളെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 9 കിട്ടി. അക്കങ്ങളെ കൂട്ടുമ്പോൾ 3 6 9 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 3 എഴുതി. 4നകത്ത് 1 പ്രാവശ്യം 3 ഉണ്ട്, മിച്ചം 1. അത് അടുത്തേ കൊടുത്തു. 14നകത്ത് 3 എത്ര തവണയുണ്ട്? 4 പ്രാവശ്യം 12, മിച്ചം 2. അത് അടുത്തേ കൊടുത്തു. 21നകത്ത് 3 7 പ്രാവശ്യം. വീണ്ടും 7 4 11 1 12. അക്കങ്ങളെ കൂട്ടുമ്പോൾ 12 കിട്ടും. ആ 12ലെ 1 2 കൂട്ടിയാൽ എത്രയാണ്? 3. അപ്പൊ അക്കങ്ങളെ കൂട്ടി സിംഗിൾ ഡിജിറ്റ് ആകുന്നവരെ എന്ത് ചെയ്യുക, കൂട്ടുക. മൈൻഡിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ 3 കിട്ടി. സോ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 14നകത്ത് 4 പ്രാവശ്യം, മിച്ചം 2. 14നകത്ത് 4 പ്രാവശ്യം 12 ആയുള്ളൂ. ഇവിടെ 14 ഉണ്ട്. അപ്പൊ 13 14 2 മിച്ചമുണ്ട്. അത് അടുത്തേ കൊടുത്തു. 27നകത്ത് 3 9 പ്രാവശ്യം. സോ 49 നമുക്കറിയാം, 7 × 7 ആണെന്ന് അറിയാം. ഇത് നമ്മളോട് ചെയ്യേണ്ടത് റൂട്ട് ഓഫ് 1764 പകരം നമ്മൾ എങ്ങനെ എഴുതുന്നു? 2 × 2 × 3 × 3 × 7 × 7. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സ്ക്വയർ റൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. ഇവിടെ പ്രൈം നമ്പർ വരുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം ആ നമ്പറിന് പകരം അവരുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതും. ഇത്രേ ഉള്ളൂ. ഇതിനകത്തുള്ള സംഖ്യകളെ ഒരുപോലെയുള്ള 2 പേരെ ഒന്നാക്കി പുറത്തെഴുതാം. ഓക്കെ, 2 പേര് വീതം പെയർ ചെയ്യാം. ഈ 2 2 പെയർ ചെയ്തു, 2 3 പെയർ ചെയ്തു, 2 7 പെയർ ചെയ്തു. ഈ 2 2 റൂട്ടിന് വെളിയിലേക്ക് വരുമ്പോൾ ഒരു 2 ആയിട്ട് മാറും. ഈ 2 3 റൂട്ടിന് വെളിയിലേക്ക് വരുമ്പോൾ ഒരു 3 ആയിട്ട് മാറും. 2 7 റൂട്ടിലേക്ക് വെളിയിലേക്ക് വരുമ്പോൾ ഒരു 7 ആയിട്ട് മാറും. സോ 2 × 3 6, 6 × 7 42. ഇത്രേ ഉള്ളൂ ആൻസർ. ഇനി ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തു. ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട്, അതിനെ ഫാക്ടറൈസ് ചെയ്തു, അതിനടുത്ത് റൂട്ടിനകത്ത് എഴുതി. അതിനുശേഷം ഒരുപോലെയുള്ള 2 പേരെ എന്ത് ചെയ്തു, ഒന്ന് ഗ്രൂപ്പ് ചെയ്തു. എന്നിട്ട് 2 പേര് എന്താക്കി എഴുതി? ഒരാളാക്കി എഴുതി. 2 2നെ 1 2 ആക്കി, 2 3നെ 1 3 ആക്കി, 2 7നെ 1 7 ആക്കി. അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സോൾവ് ചെയ്യാം. നമ്പർ എഴുതി, ഫാക്ടറൈസ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഫാക്ടറിനെ മാത്രം നോക്കിയാൽ മതി. 2 2 ഉണ്ട്. അപ്പൊ ഇതിനെ ഡയറക്റ്റ് എടുത്തെന്ന് എഴുതാം, ഒരു തവണ 2 എഴുതാം.
രണ്ട് 3 ഉണ്ട്, അപ്പൊ അതിനെ ഒരു 3 ആക്കി എഴുതാം. 2 7 ഉണ്ട്, സോ അവരെ ഒരു 7 ആക്കി എഴുതാം. 2 × 3 6, 6 × 7 42. അപ്പൊ ഈ റൂട്ട് വരച്ച് ഈ പുറത്തെടുക്കുന്ന ഈ പ്രോസസ്സ് നമ്മൾ എവിടെ ചെയ്തു? മൈൻഡിൽ ചെയ്തു. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെയും കുറച്ച് സമയം ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് ഈ 2 സ്റ്റെപ്പ് എഴുതുന്നതിന് പകരം നമ്മൾ അടിച്ചല്ലായിരുന്നു, നമ്മൾ ജസ്റ്റ് റഫായിട്ട് അവിടെ തന്നെ എഴുതി ഡയറക്റ്റ് ആയിട്ട് ആൻസർ എടുത്തു. ഓക്കെ, നമുക്ക് 2 ചോദ്യങ്ങളോട് നോക്കാം. നമ്മുടെ അടുത്ത ചോദ്യം 15876. ഇതിന്റെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റൂട്ട് കണ്ടുപിടിക്കണം. സോ ഞാൻ 15876 എഴുതി. നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യാം. നമുക്ക് ആദ്യം ഇവിടെ അവസാനം എന്താണുള്ളത്? ഈവൻ നമ്പർ ആണ്. നമ്മൾ ചെയ്യുമ്പോൾ അല്പം ലെങ്ത് പോലെ നിങ്ങൾക്ക് തോന്നും. ഈ ഫാക്ടറൈസേഷൻ എന്ന പ്രോസസ്സ് നമ്മൾ ചെയ്ത് നന്നായിട്ട് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതിലൂടെ എന്ത് ചെയ്യാം? ഞങ്ങളുടെ ഒരു പേന എടുത്ത് ഒരു പേന പേപ്പർ എടുത്തിട്ട് റഫായിട്ടൊന്ന് ചെയ്ത് നോക്കാം. സോ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ അവസാനം 6 ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 ഒന്നിനകത്തില്ല, സോ 15 എടുത്തു. 15നകത്ത് 2 എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം 14, സോ മിച്ചം 1. 18നകത്ത് 2 9 പ്രാവശ്യം. അടുത്ത് 7നകത്ത് 2 3 പ്രാവശ്യം 6 ഉണ്ട്, മിച്ചം 1 16, അത് 8 പ്രാവശ്യം. ഓക്കെ, വീണ്ടും നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 7നകത്ത് 2 3 പ്രാവശ്യം 6, മിച്ചം 1. 19നകത്ത് 2 9 പ്രാവശ്യം 18. ഓക്കെ, മിച്ചം വീണ്ടും 1 വരും. 13നകത്ത് 2 6 പ്രാവശ്യം 12, ഇവിടെ 13 ആണ്, സോ മിച്ചം വീണ്ടും 1. സോ 18നകത്ത് 2 9 പ്രാവശ്യം. അവസാനം വന്ന എന്തല്ല? ഈവൻ നമ്പർ അല്ല, അപ്പൊ നമുക്ക് 2 ചെയ്യാൻ പറ്റത്തില്ല എന്നറിയാം. ഞാൻ ഇവിടെ നോക്കിയപ്പോൾ എല്ലാ നമ്പറും 3ന്റെ ടേബിളിലുള്ള ആൾക്കാരാണ്. സോ എനിക്ക് ഉറപ്പായിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. ഓക്കെ, വീണ്ടും നോക്കാം. വീണ്ടും എന്തല്ല? ഈവൻ നമ്പർ അല്ല, സോ 2ൽ പറ്റത്തില്ല. ഇവിടെ ഞാൻ അക്കങ്ങളെ ആഡ് ചെയ്യുന്നു. 3 3 6 7 8 1 9. അക്കങ്ങളെ കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടി? 9 കിട്ടി. അക്കങ്ങളെ കൂട്ടുമ്പോൾ 3 6 9 കിട്ടുന്നെങ്കിൽ എത്ര കൊണ്ട് പറ്റും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ വീണ്ടും 3 കൊണ്ട് 13നകത്ത് എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം 12, മിച്ചം 1 12. വീണ്ടും 4 പ്രാവശ്യം 3 1 പ്രാവശ്യം. സോ again 441 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ 440 നമുക്ക് വന്നിരുന്നു ഇല്ലേ? അപ്പൊ അതിനകത്ത് 1 പ്രാവശ്യം 14 ആവും, 4 പ്രാവശ്യം 21 ആവും, 7 പ്രാവശ്യം. again 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 പ്രാവശ്യം 12 27 9 പ്രാവശ്യം. സോ അതിന് 7 × 7. ഓക്കെ, ഞാൻ ഇവിടെ വലിയ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാത്തത് കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ ചെയ്ത സെയിം ആയതുകൊണ്ടാണ്. ഇനി ഞാനിവിടെ ഈ റൂട്ട് വരച്ച് ഇതിനെല്ലാം കൂടെ മൾട്ടിപ്ലൈ രൂപത്തിൽ എഴുതി 2 വീതം മാർക്ക് ചെയ്ത് അതിനെ പുറത്ത് എഴുതി. അതായത് കഴിഞ്ഞ ചോദ്യത്തിൽ ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ അത്രയും ഞാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് ഡയറക്റ്റ് ഉത്തരം എടുക്കുകയാണ്. 2 2 എന്ത് ചെയ്തു? ഒരു 2 ആക്കി. 2 3 ഒരു 3 ആക്കി. 2 3 എഗെയിൻ ഒരു 3 ആക്കി. 2 7 എഗെയിൻ ഒരു 7 ആക്കി. സോ 2 × 3 6, 6 × 3 2 × 3 6, 6 × 18 18 × 7 എന്നായി ഇല്ലേ? 18നെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ എടുക്കാം? 18 നമ്മൾ പിരിക്കാം. നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ല മൈൻഡിൽ ചെയ്യണമെങ്കിൽ 18 പിരിക്കാം. 10 എന്നും 8 എന്നും പിരിക്കാമല്ലോ. 10 × 7 70, 8 × 7 56, 70 56, സോ 126. ഓക്കെ, ഇത്രയുള്ളൂ. 15 876 എന്ന് പറയുന്ന സംഖ്യയുടെ റൂട്ടാണ് 126. നമുക്ക് ഒരു നമ്പർ കൂടി നോക്കാം. 2116. ഇതിന്റെ റൂട്ട് എത്രയാണ് നോക്കാം. 2116. നമുക്ക് ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കിവിടെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ആദ്യം തുടങ്ങുന്ന സമയത്ത് 2 പേരെ വേണോ 3 പേരെ വേണമെങ്കിലും ഒക്കെ ഒരുമിച്ചെടുക്കാം. പക്ഷെ പിന്നെ അങ്ങോട്ട് ഒരാളെ വെച്ച് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാനിവിടെ 2 ചെയ്തു, തുടങ്ങി കഴിഞ്ഞു. പിന്നെ ഉള്ള സ്റ്റെപ്പിൽ എനിക്ക് എത്ര ആളെ കിട്ടത്തുള്ളൂ? ഒരാളെ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ എനിക്കിവിടെ 1 മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ 1 മാത്രം എടുത്താൽ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒരു 2 പേരെ എടുത്തേ പറ്റൂ. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ 0 കൊടുത്തിട്ട് ആ 2 പേരെ എടുക്കാം. ഓക്കെ, 11നകത്ത് 2 5 പ്രാവശ്യം, മിച്ചം 1. 16നകത്ത് 2 8 പ്രാവശ്യം. വീണ്ടും 2ന്റെ അവിടെ ഡിവൈഡ് ചെയ്യാം. 10 5 ആവും. 5നകത്ത് 2 പ്രാവശ്യം 4, മിച്ചം 1 വരും. 18നകത്ത് 9 പ്രാവശ്യം. അടുത്തത് 529. 529 നമുക്ക് ഈ 2 3 4 5 ഇങ്ങനെയുള്ള സംഖ്യകളൊന്നും നോക്കിയാൽ കിട്ടത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1 മുതൽ 25 സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. 529 എന്ന് പറയുന്നത് 23ന്റെ സ്ക്വയർ ആണ്. സോ 23 × 23 ചെയ്യുമ്പോൾ 529 കിട്ടും.
ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിന് റീസൺ 23 എന്ന് പറയുന്ന പ്രൈം നമ്പർ ആണ്. അപ്പോൾ ഒരു പ്രൈം നമ്പർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, പ്രൈം നമ്പറിനെ 1 കൊണ്ടും ആ നമ്പർ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ 529 23 എന്ന് പറയുന്ന രൂപത്തിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടുപേരെ വിധം ഗ്രൂപ്പ് ചെയ്യാം. സോ 2 ഇൻറ്റു ഇത് രണ്ടും ഒരു 2ആയി, 23 ഒരു തവണ 46. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഇനി ഞാൻ പറഞ്ഞു ക്യൂബ് റൂട്ട് കൂടി എങ്ങനെ ചെയ്യാം. ക്യൂബ് റൂട്ടിന്റെ ഒരു ചോദ്യം നോക്കാം. വളരെ എളുപ്പമാണ്. നമ്മളിവിടെ ഇപ്പൊ എന്താണ് ചെയ്തത്, നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തു, ഒരുപോലെയുള്ള രണ്ടുപേരെ എന്ത് ചെയ്തു, ഒന്നാക്കി ഒരാളെ പുറത്തെടുത്തു. ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് ക്യൂബ് റൂട്ട് ഓഫ് 125 എന്ന് വന്നു. 125നെ ഫാക്ടറൈസ് ചെയ്യുക, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 25 പ്രാവശ്യം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 5 പ്രാവശ്യം. സോ ഇവിടെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ ഒരു 3 കൂടി കാണും. ക്യൂബ് റൂട്ട് ഓഫ് 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്നാവും ഇല്ലേ. ക്യൂബ് റൂട്ട് വരുമ്പോൾ ഒരുപോലെയുള്ള 3 പേരെ ഗ്രൂപ്പ് ചെയ്യുക, ഒരാളായിട്ട് പുറത്ത് എഴുതുക, വേറെ ഒരു വ്യത്യാസവും ഇല്ല. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക, രണ്ടുപേരെ വിധം ഒന്നാക്കി എഴുതുക. ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക, 3 പേരെ ചേർത്ത് ഒന്നാക്കി എഴുതുക. ഇത്രയേ ഉള്ളൂ പ്രോസസ്. ഓക്കെ, അപ്പൊ റാൻഡമായിട്ട് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ നമ്പർ ഇട്ട് ക്യൂബ് എടുത്ത് നോക്കുക, എന്നിട്ട് അതിന്റെ ഇതേപോലെ പ്രൈം ഫാക്ടറൈസ് നിങ്ങൾ റൂട്ട് കണ്ടുപിടിച്ച് നോക്കുക. ഓക്കെ, അതായത് ഉദാഹരണം ഞാൻ പറഞ്ഞത് 32 സംഖ്യ എടുത്തു, ഇതിന്റെ ക്യൂബ് എത്രയാണ് എന്ന് നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുക, നോക്കി ഉത്തരം എടുക്കുക. ഇതിന് ആ ഉത്തരം വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സംഭവം റിവേഴ്സൽ ചെയ്ത് തിരിച്ച് നിങ്ങൾക്ക് 32 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ചെയ്തൊരൽപ്പം പ്രാക്ടീസ് ആവുക എന്നുള്ള ഒരു ആവശ്യമുണ്ട് ഇതിനകത്ത്. അപ്പോൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക, ഒരുപോലെയുള്ള രണ്ടുപേരെ എന്താക്കി എഴുതുക, ഒന്നാക്കി എഴുതുക. ഓക്കെ, ഇനി ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക, ഒരുപോലെയുള്ള 3 പേരെ ഒരാളാക്കി എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും എന്ന് പറയുന്നത്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.